പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2021 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 1800ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പീരുമേട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വാഴൂർ സോമൻ ആദ്യമായി MLA സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് പതിറ്റാണ്ടുകളോളം ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വാഴൂരാണ് സ്വദേശമെങ്കിലും അദ്ദേഹം ഇടുക്കി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തൊഴിലാളി രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 2021 അദ്ദേഹം മത്സരരംഗത്തേക്ക് വരികയും കടുത്ത പോരാട്ടത്തിൽ വിജയിച്ച് അദ്ദേഹം എത്തുകയും ചെയ്തത്. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അദ്ദേഹത്തിന് കുഴഞ്ഞു വീഴുകയും പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഇന്ന് പൊതുദർശനമുണ്ട് 8 മണിയോടുകൂടി അല്ലേ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് പൊതുദർശനം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? കമ്മിറ്റി അംഗം കൂടിയാണ് CPIയുടെ. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം കൊണ്ടുവരും. ഇവിടെ പൊതുദർശനം ഉണ്ടാകും. പ്രത്യേകിച്ചും അദ്ദേഹം MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ സൗഹൃദങ്ങൾ, അതോടൊപ്പം തന്നെ ഏറെ പരിചയങ്ങൾ അതെല്ലാം തിരുവനന്തപുരത്തും ഉണ്ട്. ഒരുപാട് പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അല്പസമയം ഇവിടെ ഉണ്ടാകും. ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ ഇനി പൊതുദർശനം ഇവിടെ തന്നെ തുടരും. അതിനുശേഷമായിരിക്കും രാത്രിയോടുകൂടി പീരുമേട്ടിലേക്ക് കൊണ്ടുപോവുക. ഏതാണ്ട് നാളെ പുലർച്ചയോടുകൂടി 1 മണിയോടുകൂടിയൊക്കെ മാത്രമേ പീരുമേട്ടിലേക്ക് എത്തുകയുള്ളൂ. രാത്രിയുള്ള യാത്രയും അത്രയധികം പ്രയാസമുള്ളതാണ്. നാളെ രാവിലെ ഉള്ള പൊതുദർശനം വീട്ടിലെങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ജില്ലയിലെ പാർട്ടിയുമായിട്ടും കുടുംബവുമൊക്കെ ആയിട്ടും ആലോചിച്ച് മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും പാർട്ടി ഓഫീസിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും. ഇത് ശാസ്തമംഗലത്തെ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്ററിനകത്ത് മാത്രമേ ഈ പാർട്ടി ഓഫീസിനകത്ത് വരെയുള്ള ദൂരമുള്ളൂ. ആംബുലൻസിൽ ഇവിടേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി, ഭൗതികദേഹം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്തു വരികയാണ് എന്നുള്ളതാണ്. ഒരു കൂടുതൽ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള കസേരയും മറ്റുമൊക്കെ സജ്ജീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. വാഹന സൗകര്യങ്ങൾ, ഒരുപാട് നേതാക്കൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി ഈ CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഓഫീസിൽ നടന്നു വരുന്നത്. രാത്രിയോടുകൂടി ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുപോകും. വേറെ നാൾ അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച, പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. 1976 അദ്ദേഹം പീരുമേട്ടിലേക്ക് വരുന്നത്. കോട്ടയത്ത് നിന്ന് കുടിയേറി അങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാലം മുഴുവൻ അദ്ദേഹം ഒരു ഇടുക്കിക്കാരൻ നൽകിയത്. MN സ്മാരകത്തിലാണ് 8 മണി വരെ പൊതുദർശനം ഉണ്ടാവുക. ശേഷം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്.